Greetings to you all in the precious name of our Lord and Savior Jesus Christ. ഇന്ന് ടോബി ബ്രദറിന് വരാൻ പറ്റിയില്ല. അദ്ദേഹം വർക്ക് റിലേറ്റഡ് ആയിട്ട് ചെങ്ങന്നൂർ പോയേക്കുക. അവിടുന്ന് തിരിച്ചെത്താമെന്ന് പ്രതീക്ഷിച്ചിട്ടും പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ എൻ്റെ മലയാളം സഹിക്കേണ്ടി വരും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ആംഗ്യം കാട്ടാം. ഇന്ന് നിങ്ങളെ സഹായിച്ചു തന്നാൽ നമുക്ക് നന്നായിട്ട് വലിയ പ്രശ്നമില്ലാതെ മീറ്റിംഗ് മുമ്പോട്ട് കൊണ്ടുപോകും. ഒരവസരം കൂടെ ഇങ്ങനെ ദൈവസന്നിധിയിൽ വരുവാൻ ദൈവം സഹായിച്ചതിന് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. നമ്മൾ എല്ലാവരും ഏറ്റവും ഉത്തമമായ ഗീതം ആണ് ഒന്നിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചിന്തിച്ച് വന്ന് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് 5-ാം അധ്യായത്തിലാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയോട് കൂടെ ഈ 5-ാം അധ്യായം അവസാനിപ്പിക്കണം എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾ വിചാരിക്കുന്നതാണ് കുറേ നാളായി മുമ്പോട്ട് പോകുന്നില്ല. അത് ഒരു കണക്കിൽ പറഞ്ഞാൽ അത് ശരിയാണ്, കുറേ നാളായി മുമ്പോട്ട് പോകുന്നില്ല. പക്ഷെ വേറൊരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ചിന്തിച്ചാൽ ഇതാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും ക്രക്സ് ആയിട്ടുള്ള ഭാഗം. ഇത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ, ഇത് നമ്മൾ ആസ്വദിച്ചില്ലെങ്കിൽ ബാക്കിയെല്ലാം ഒരു അർത്ഥമില്ലാതെ വരുന്നു. അതുകൊണ്ട് ദിസ് ഇസ് ദ വൺ ദറ്റ് റിയലി sparks in us the interest or the love, the need for intimacy with our beloved, and it will help us to appreciate him more. കൂടുതലായിട്ട് കർത്താവിനെ അപ്രീഷിയേറ്റ് ചെയ്യുവാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിൽ വായിച്ചിരിക്കുന്നത്. പിന്നെ 6-ാം അധ്യായം തൊട്ട് 6, 7, 8 അധ്യായങ്ങൾ നമ്മൾ ഓരോ വാക്കുകളും നേരത്തെ പഠിക്കുന്ന പോലെ ഓരോ വാക്യങ്ങളും എടുത്ത് പഠിക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ റിപ്പിറ്റേഷൻസ് ഉണ്ട്. ഇതിന് നേരത്തെ നമ്മൾ ഇപ്പോൾ ദ ബ്രൈഡ് ഗ്രൂം ഡിസ്ക്രൈബിങ് ദ ബ്യൂട്ടി ഓഫ് ദ ബ്രൈഡ്, അത് 2 പ്രാവശ്യം ഇനിയും വരാനുണ്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ദ സെയിം തിങ് ബട്ട് വിത്ത് ലിറ്റിൽ ഡിഫറൻസസ്. ആ ഡിഫറൻസസ് മാത്രം നോക്കി ആ ഫുൾ ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഡോണ്ട് മൈൻഡ് ദാറ്റ് വി ആർ സ്പെൻഡിങ് ടൈം ഇൻ ദിസ് സ്പേസ്. നമുക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ we were trying to answer the question. What is the question that we were trying to answer? What is thy beloved more than other beloved? മലയാളത്തിൽ വായിക്കാം. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, വേഴ്സ് 9, നിന്റെ പ്രിയന് മറ്റ് പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? ഈ ഒരു ചോദ്യമാണ് നമ്മൾ ഒന്നിച്ച് ആൻസർ ചെയ്യുവാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം നമ്മൾ ഒന്നിച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അസ്യൂം ചെയ്യുന്നു നമ്മൾ എല്ലാവരും വീട്ടിൽ പോയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ദൈവസന്നിധിയിൽ ഇരുന്ന് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ശ്രമിച്ചില്ലെങ്കിൽ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും കൂടെ ഉണ്ട് സമയം. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന്, കർത്താവെ, എൻ്റെ പ്രിയെ, നിനക്ക് മറ്റുള്ള പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? ആ വിശേഷതകൾ ഒന്ന് ആസ്വദിക്കുവാനും ദൈവസന്നിധിയിൽ വന്ന്, ഓ ലോർഡ്, ദിസ് ഇസ് ഹൗ യു ആർ സോ പ്രഷ്യസ് ടു മീ, ദിസ് ഇസ് വൈ യു ആർ മോർ ബെറ്റർ ദൻ ഓൾ ദി അതർ ഓൾട്ടർനേറ്റീവ്സ് ദാറ്റ് ആർ ദേർ ഇൻ ദിസ് വേൾഡ് അറൗണ്ട് മീ. അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ ഈ ഭാഗം എത്രമാത്രം വായിച്ചാലും നമ്മൾ തന്നെത്താൻ ഫുൾ ബൈഹാർട്ടാക്കിയാൽ അത്രയും നല്ലത്. ഒന്നും കൂടെ 10 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. My beloved is white and ruddy, the chiefest among 10,000. His head is as the most fine gold. His locks are bushy and black as a raven. His eyes are as the eyes of doves by the rivers of water, washed in milk and fitly set. His cheeks are as a bed of spices, as sweet flowers. His lips like lilies dropping sweet-smelling myrrh. His hands are as gold rings set with beryl. His belly is as bright ivory overlaid with sapphires. His legs are as pillars of marble set upon sockets of fine gold. His countenance is as Lebanon, excellent as the cedars. His mouth is most sweet. Yea, he is altogether lovely. This is my beloved, and this is my friend, O daughters of Jerusalem. And I trust the Lord will add his blessings to the reading of his word. നമ്മൾ
കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് പെട്ടെന്ന് റീക്യാപ്പ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് പോകാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് വേഴ്സ് നമ്പർ 13, ഞാൻ കറക്റ്റ് ചെയ്തില്ല. ഹിസ് ചീക്സ് ആർ ആസ് എ ബെഡ് ഓഫ് സ്പൈസസ്. അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറുന്തൈക്കളുടെ വാരവും ആകുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ആദ്യം ചിന്തിച്ചത്. എന്നിട്ട് നമ്മൾ ചിന്തിച്ചു, ദിസ് ഗിവ്സ് us or this speaks to us in 4 different ways. It speaks to us as the seat of beauty. കവിളുകൾ എന്ന് പറയുന്നത് സൗന്ദര്യത്തിന്റെ അല്ലെങ്കിൽ സൗന്ദര്യത്തിന്റെ ഒരു പ്രതീകമായിട്ട് ഇരിക്കുന്നു. കവിൾ എന്ന് പറയുന്നത് ശരീരത്തിന്റെ അവസ്ഥയുടെ ഒരു നിഴലായിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. 3, കവിളുടെ ഈ ഡിസ്ക്രിപ്ഷൻ നമ്മൾ വായിക്കുമ്പോൾ ഇറ്റ് ഗിവ്സ് us a feeling of nearness. അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ തൊടാൻ പാകത്തിന് കവിൾ തൊട്ട് ഫീൽ ചെയ്യുവാൻ പറ്റുന്ന പാകത്തിന് അത്രയും അടുത്ത് വന്ന ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണുന്നു. പിന്നെ 4-ാമത്തേത് നമ്മൾ കണ്ടത് കർത്താവിന്റെ റിലേറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടത് ഈ കവിളായിരുന്നു the face of suffering. He gave his back to the smiters and he gave his cheeks to them that plucked off his beard. അത് മാത്രമല്ല വേറെ പ്രവചനത്തിൽ നമ്മൾ കണ്ടത് they smote the judge of Israel upon the cheeks with a rod. ഇസ്രായേലിന്റെ ന്യായാധിപതിയെ അവർ കവിളത്ത് വടികൊണ്ട് അടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് അവന്റെ ഹിസ് ചീക്സ്, അവന്റെ കവിളുകളുടെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് ഹിസ് ഹാൻഡ്സ് ആർ as gold rings set with the beryl. എന്നിട്ട് നമ്മൾ അത് കർത്താവ് യേശുക്രിസ്തുവിനെ പറ്റി, കർത്താവ് യേശുക്രിസ്തുവിന്റെ കൈകളുടെ പ്രത്യേകത അല്ലെങ്കിൽ എവിടെയൊക്കെ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ടോ ആ റെഫറൻസസ് എല്ലാം ഓടിച്ച് നമ്മളൊന്ന് നോക്കിയപ്പോൾ we came across 6 things related, 6 characteristics of the hands of the Lord Jesus. We came across his hands as powerful hands, ശക്തിയേറിയ അല്ലെങ്കിൽ ബലമുള്ള ഭുജം. Then we saw about his compassionate hands, and a young brother reminded last week that it was gracious hands. Yes, very good, and I'm very happy that our young people are really listening and paying attention. Gracious hands or compassionate hands of the Lord Jesus. പിന്നെ നമ്മൾ കണ്ടത് ഹിസ് ഹാൻഡ്സ് ആർ പ്രൊട്ടക്ടിങ് ഹാൻഡ്സ്. നമ്മളുടെ എന്താ പറയുന്നത്, my hands nobody shall pluck them out of my hands and out of my father's hands. എൻ്റെ കയ്യ് കർത്താവിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു, അതിന്റെ പുറത്ത് പിതാവിന്റെ കൈയുമുണ്ട്. ദ ഡബിൾ ക്ലാസ് ഇറ്റേണൽ സെക്യൂരിറ്റി ഓഫ് ദ ബിലീവർ. ആർക്കും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അവന്റെ കരങ്ങളിൽ നിന്ന് നമ്മളെ വേർതിരിക്കുവാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ഇത്. Then we saw that his hands are princely hands or kingly hands. രാജ്യത്വമുള്ള കൈകളാണ് ആ കൈകൾ. ഈ ലോകത്തിലുള്ളത് എല്ലാം പിതാവ് തന്റെ ഇഷ്ടപുത്രന് നൽകിയിരിക്കുന്നു. He has made him heir over everything. Everything in this universe belongs to the Lord Jesus Christ. And that is why his hands are kingly hands. And one day, irrespective of who are the presidents and the prime ministers and who, contest in the elections, his hands are given the rule of this world. The scepter of this world is given to him. പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ മുദ്ര പട്ടിക്കുവാൻ ഏക അവകാശിയായ ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. He is the only one who was found worthy to open the seals, or rather the title deeds of the whole universe. Then we saw that these princely hands were pierced hands, and we also saw that in those hands we are graven. Like അമ്മ മറന്നാലും എന്നെ മറക്കാത്ത ആ കർത്താവിന്റെ കൈകളിൽ എന്നെ കൊത്തി ഇരിക്കുന്നു. I am graven in the palm of his hands. And then at last we saw priestly hands. He lifted up his hands and blessed his people. That is the last sight of his physical hands that we see in the gospel. സുവിശേഷങ്ങളിൽ ഏറ്റവും അവസാനമായിട്ട് കർത്താവ് യേശുക്രിസ്തു ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് കൈ പൊക്കി അവരെ ഒരു പുരോഹിതൻ അനുഗ്രഹിക്കുന്നത് പോലെ അവരെ അനുഗ്രഹിച്ച് അവൻ മേഘാരൂഢനായി ആകാശത്തേക്ക് എടുക്കപ്പെടും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. കഴിഞ്ഞ ആഴ്ച ഞാൻ മെൻഷൻ ചെയ്ത് സ്കിപ്പ് ചെയ്ത ഒരു ഭാഗമുണ്ടായിരുന്നു. അതാണ് 13-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. ഹിസ് ലിപ്സ്, അവന്റെ അധരം താമര പൂവ് പോലെ ഇരിക്കുന്നു, അത് മൂറിൽ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. His lips are like lilies.
dropping sweet smelling myrrh. So ഇന്ന് ദൈവം അനുവദിച്ചാൽ അവൻ്റെ അവൻ്റെ അധരങ്ങളെ പറ്റി നമുക്ക് ഒന്നിച്ച് ധ്യാനിക്കാം എന്നാണ് കാണുന്നത്. അതേസമയം 16-ാം വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം എന്താണ് പറയുന്നത്? അവിടെ അവന്റെ വായ് ഏറ്റവും മധുരമുള്ളത്. His mouth is not just sweet, but it is most sweet. So we're going to see these two things together. His lips are like lilies dropping sweet smelling myrrh, and his mouth is most sweet. Idinte literal meaning, I don't think it needs any explanation. It speaks about the actual lips of the beloved. When Shulam Karthi tande priyante actual lipsine actual vaayeyum describe ചെയ്യുന്നു. അവിടെ മൗത്ത് എന്ന് പറയുന്നതിന്റെ ശരിക്കുള്ള വാക്ക് അല്ലെങ്കിൽ ശരിക്കുള്ള ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ his palate, അവന്റെ ടേസ്റ്റ് is most sweet. That is the literal meaning of that word. വായ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ വായ അല്ല. His palate is most sweet. So everything that comes out of it is most sweet. What he likes is most sweet. അതാണ് ആ വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് പ്രത്യേകിച്ച് പിന്നെയും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ പ്രിയൻ, our beloved, how is his mouth most sweet? Or how can we say about our Lord Jesus Christ that his lips are like lilies dropping sweet smelling myrrh? നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ ഒന്ന് ഓടിച്ച് പറഞ്ഞായിരുന്നു. പുതിയ നിയമത്തിൽ എന്താ പറയുന്നത്, സുവിശേഷങ്ങളിൽ ഒരു 2/3 ഭാഗവും എന്താണ്? കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്പോക്കൺ മിനിസ്ട്രിയാണ് അല്ലെ. കർത്താവ് യേശു ക്രിസ്തു സ്വന്തം തിരുവായി മൊഴിഞ്ഞ വാക്കുകളാണ് പുതിയ നിയമ അല്ലെങ്കിൽ സുവിശേഷങ്ങളുടെ ഒരു 2/3 ഭാഗവും അതാണ്. സോ we see what depth of content is there for us to learn and for us to enjoy that came from the lips of the Lord Jesus. നമ്മൾ ഈ ഒരു എന്താ പറയുന്നത്, his lips are like lilies. ഇത് ആരെ പറ്റിയാ ശരിക്കും ഈ ശൂലേം കാർത്തി പറയുന്നത്? ശൂലേം കാർത്തി ആരെ പറ്റിയാ പറയുന്നത്? തന്റെ പ്രിയൻ ശലോമോനെ പറ്റിയാണ് ശൂലേം കാർത്തി പറയുന്നത്. പക്ഷെ കർത്താവ് യേശു ക്രിസ്തു ഈ ലില്ലീസിനെ പറ്റി എന്താ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതല്ലോ? കൺസിഡർ ദ ലില്ലീസ് ഓഫ് ദ ഫീൽഡ്. ഈ വയലിലെ താമരകളെ ഒന്ന് നോക്കുക. I tell you that even Solomon in all his glory was not arrayed like unto one of these. ശലോമോൻ തന്റെ എല്ലാ മഹത്വത്തിലും ഈ ഒരു പൂവിനെ പോലെ ഭംഗി പോലും ഇല്ലായിരുന്നു. So Matthew chapter 5, it's so wonderfully the Spirit of God has actually connected those two. When the Shulamite says, Shulam Karthi പറയുന്നു ഇവിടെ അവന്റെ അധരം താമരപ്പൂ പോലെ ആകുന്നു അല്ലെങ്കിൽ ലിലീസിനെ പോലെ ആകുന്നു എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറയുന്നു ശലോമോൻ തന്റെ എല്ലാ മഹത്വത്തിലും ഇതിന്റെ അത്രയും ഭംഗി ഇല്ലായിരുന്നു. So that is the way that our God clothes the lilies of the field. അല്ലേ? Consider the lilies of the field. They sow not, neither do they spin. എങ്ങനെയാ? അവരെന്ത് ചെയ്യുന്നില്ല? മലയാളത്തിൽ വാക്യം ഓർമ്മയുണ്ടോ? വിതയ്ക്കുന്നില്ല, അല്ല. Okay, they sow not, neither do they spin. Yet Solomon in all his glory was not arrayed. Matthew chapter 6 verse 28 and 29. അതുപോലത്തെ ആയിരുന്നു നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ. തന്റെ അധരങ്ങളിൽ നിന്നുള്ള വരുന്ന വാക്കുകൾ അതുപോലത്തെ വാക്കുകൾ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് കുറച്ച് സമയം പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ നിന്ന് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അധരങ്ങളിൽ നിന്ന് വന്ന വാക്കുകൾ എങ്ങനത്തെ വാക്കുകളായിരുന്നു? What was the nature of the words that came out of the lips of the Lord Jesus? And let us try to think together. Was it really dropping sweet smelling myrrh? മൂറിൻ തൈലം ഒഴിക്കുന്ന പോലത്തെ വാക്കുകൾ ആയിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കാം. അവന്റെ വായ ഏറ്റവും മധുരമുള്ളതായിരുന്നോ എന്ന് നമുക്ക് ഒന്ന് ഒരുമിച്ച് പുതിയ നിയമത്തിൽ നിന്ന് കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ പ്രിയനെ പറ്റി നമുക്ക് ഒന്നിച്ച് ധ്യാനിച്ചു നോക്കാം.
വേഗം ഞാൻ അധികം ഡീറ്റെയിൽസ് ഇല്ലാതെ തന്നെ ഇത് വേഗം തീർക്കാൻ ശ്രമിക്കാം. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഹിസ് മൗത്ത് സ്പോക്ക് പവർഫുൾ വേർഡ്സ്. നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിനെ പറ്റി ഏത് കാര്യം എടുത്താലും ഈ ഒരു പോയിന്റ് അതിൽ വരും. ഹിസ് മൗത്ത് സ്പോക്ക് പവർഫുൾ വേർഡ്സ്. പഴയ നിയമത്തിലൊന്ന് നോക്കിയേ, സങ്കീർത്തനം 33:9 വാക്യം എന്താ പറയുന്നത്? ഫോർ ഹീ സോ. ഇന്ന് ഞാൻ സാധാരണ എല്ലാ റെഫറൻസും എടുക്കാൻ പറയാറില്ല, പക്ഷെ ഇന്ന് റെഫറൻസ് എടുക്കുക കാരണം എനിക്ക് മലയാളത്തിൽ നിന്നും കേൾക്കാൻ വേണ്ടിയാണ്. Psalm 33 and verse 9, for he spoke and it came to be, he commanded and it stood firm. അവൻ അരുളി ചെയ്തു, അത് അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ തന്നെ സ്ഥാപിക്കപ്പെട്ടു. ഈ അഖിലാണ്ടം മുഴുവനും എടുത്താൽ ഇന്നും മനുഷ്യന്റെ ഏറ്റവും വലിയ ടെലസ്കോപ്പ് കൊണ്ട് പോലും അതിന്റെ എൻഡ് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഓരോ ദിവസവും പുതിയ പുതിയ സ്റ്റാർസിന്റെ പേര് കൊടുത്തുകൊണ്ട് ഇരിക്കുക. അവർക്ക് പേര് കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഓരോ സ്റ്റാർസിന് ഇപ്പൊ എന്താ കൊടുക്കുന്നത്? നമ്പറാ കൊടുക്കുന്നത്. They cannot number the stars. അതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. For he spoke and it came to be. It commanded, he commanded and it stood firm. അവൻ കൽപ്പിച്ചു, എല്ലാം അതത് സ്ഥാനങ്ങളിൽ അതതിനോട് പറഞ്ഞതുപോലെ അവന്റെ കൽപ്പന പ്രകാരം ഇന്നും അതുപോലെ തന്നെ നടക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു അവന്റെ സ്വരം എങ്ങനത്തെയാണ്? His sound is, his voice is as a sound of many waters. പെരുവെള്ളത്തിന്റെ ഉരച്ചിൽ പോലെയാണ് അവന്റെ സ്വരം. സങ്കീർത്തനം 148 പിന്നെയും ഇതേ കാര്യം പറയുന്നു. He commanded and they were created. അവൻ കൽപ്പിച്ചു, എല്ലാം സൃഷ്ടിക്കപ്പെട്ടു, എല്ലാം ഉളവായി. We hear about 3 interchangeable words. നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്ന വളരെ ഇന്റർചേഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകളാണ് ഇൻവെൻഷൻ, ഡിസ്കവറി ആൻഡ് ക്രിയേഷൻ. What is the difference between invention, discovery and creation? Invention is you make something new out of what is already there. Okay, you can invent the spinning wheel, you can invent the printing press. Okay, പുതിയ കാര്യങ്ങൾ ഉള്ള കാര്യങ്ങൾ വെച്ച് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇൻവെൻഷൻ എന്ന് പറയുന്നത്. ഡിസ്കവറി എന്താണ്? സയന്റിഫിക് ഡിസ്കവറി എന്ന് പറയുമ്പോൾ ഇതുവരെ നമുക്ക് അറിയാത്ത കാര്യം, പക്ഷെ അവിടെ നേരത്തെ തൊട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യത്തിനെ കണ്ടുപിടിക്കുക. പക്ഷെ ക്രിയേഷൻ എന്താ? ക്രിയേഷൻ എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു കാര്യത്തിനെ ഉണ്ടാക്കുക. അത് ആര് ചെയ്യുന്ന പണിയാണ്? അത് ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പണി. നമ്മൾ റോങ് ആയിട്ട് പലപ്പോഴും ഈ വാക്കുകളിൽ നമ്മുടെ ലിറ്ററേച്ചറിലൊക്കെ യൂസ് ചെയ്യും. അത് വേറെ അർത്ഥത്തിലല്ല യൂസ് ചെയ്യുന്നത്, ബട്ട് സ്റ്റിൽ കർത്താവ് അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റോമാലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അബ്രഹാം വിശ്വസിച്ച വിശ്വാസം എങ്ങനത്തെ ദൈവത്തിന്റെ വിശ്വാസമായിരുന്നു? ഏത് തരത്തിലുള്ള ദൈവത്തിന്റെ വിശ്വാസമായിരുന്നു? He calls out things that are not as though they were. ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തുന്ന ദൈവം. Out of nothingness, he created everything. Out of nothingness, can you do anything? ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. Out of nothingness, you cannot create something. അല്ലെ? ഈ സയൻസിലെ എല്ലാ ലോസിന്റെയും എഗൻസ്റ്റ് ആണ് അല്ലേ? എനർജി cannot be created nor destroyed പഠിച്ചിട്ടുണ്ടോ? It can only change, it can only be changed from one form to another. Nothing can be created out of nothing. Alright? പക്ഷേ ദൈവം എന്താ ചെയ്യുന്നത്? കർത്താവിന്റെ വാക്കുകൾ is so powerful that when there was nothing, God said, let there be light. And there was light. Until today, man has not been able to find out all the properties of light. ലൈറ്റ് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അതിന് ചിലർ പറയുന്നത് ഡ്യുവൽ നേച്ചർ ഉണ്ട്, ചിലർ പറയുന്നത് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, ചിലർ പറയുന്നു അതിന് സ്പീഡ് ഇസ് ദ ഫാസ്റ്റസ്റ്റ് തിങ് എവർ നോൺ. സോ മെനി തിയറീസ് ആർ ദർ. റിലേറ്റിവിറ്റി എല്ലാം ഐൻസ്റ്റീൻ്റെ എല്ലാ ഇതും ഇതിന്റെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. ടിൽ ടുഡേ മാൻ ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു കംപ്ലീറ്റ്ലി ഗ്രാസ്പ് ദാറ്റ് ഫസ്റ്റ് ക്രിയേഷൻ. ഹി മേഡ് ഇറ്റ് ഔട്ട് ഓഫ് നത്തിങ്. എവറിഥിങ് ദാറ്റ് ഈസ് ദെയർ. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിന്റെ ക്രിയേഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ
നമ്മൾ എന്താ പറയുന്നത്, ഒരു ആർട്ടിസ്റ്റിന്റെ മനസ്സിലുണ്ടായിരുന്ന സാധനം ഒരു പേപ്പറിലോ ഒരു ക്യാൻവസിലോ വരുമ്പോഴാണ് ആർട്ടിസ്റ്റിന്റെ ക്രിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവിന്റെ ക്രിയേഷൻ. When he says, when those words come out of his mouth, it has so much power that everything that is there in the mind of God is actually, until today man has not been able to find out even the depths of that. His words are powerful. His words are powerful. He can just think something and it will happen. He can just speak something and it will create itself out of nothing. That is the type of God. അതുപോലത്തെ ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. His lips, his mouth is most sweet. ഇതെല്ലാം ഈ കർത്താവ് ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, ഈ അഖിലാണ്ടത്തെ മുഴുവൻ സസ്റ്റെയിൻ ചെയ്യുന്നതും അല്ലെങ്കിൽ വഹിക്കുന്നതും, ആ വാക്കല്ലേ ഇത്, എല്ലാം വഹിക്കുന്നതും അവന്റെ ശക്തിയുള്ള വചനത്താൽ ആണ്. He upholds all things by the word of his power. By the word of his power. His mouth speaks powerful things. ഈ ലോകത്തിൽ പലതരത്തിലുള്ള ഫോഴ്സസ് ഉണ്ട്. ഓക്കെ, സയൻസിൽ നമ്മൾ പഠിക്കും, വി സ്പീക്ക് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വി സ്പീക്ക് ഓഫ്, വേറെ ഏത് ഫോഴ്സാണ്, പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ സ്കൂളിൽ പഠിക്കാറുണ്ട്. യെസ്, വി സ്റ്റഡി ഓൾ ദീസ് ഫോഴ്സസ്. ബട്ട് വാട്ട് ഇസ് ദ ഫോഴ്സ് ദാറ്റ് ഇസ് ദെയർ ഇൻസൈഡ് ദി ആറ്റം? നെഗറ്റീവിനെയും അല്ലെങ്കിൽ പോസിറ്റീവിനെയും കൂടെ പിടിക്കുന്ന ഫോഴ്സ്. ആ ഫോഴ്സ് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഈ ആറ്റം ബോംബും ഹൈഡ്രജൻ ബോംബൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത്. സോ വാട്ട് ഐ വാണ്ട് ടു സേ ഈസ്, everything that is bound together in this whole universe is a force much greater than that greatest force that we have discovered. എല്ലാം ഈ അഖിലാണ്ടത്തെ മുഴുവനും ഒന്നിച്ച് ഹോൾഡ് ചെയ്ത് ഡിസിൻറ്റഗ്രേറ്റ് ആകാതെ ഹോൾഡ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? കർത്താവിന്റെ വാക്കുകൾ. It is his word, it is his word that holds the universe together, and he does not even have to lift a finger to let it all disintegrate. He just needs to stop doing what he is doing. കർത്താവ് ചെയ്യുന്നത്, ദൈവം ചെയ്യുന്ന കാര്യം ഒന്ന് നിർത്തിവെച്ചാൽ ഒരു ആറ്റവും ഒന്നിച്ച് നിൽക്കത്തില്ല. Everything just disintegrates. It is his word that upholds the whole universe together. His words are powerful words. But not only are they powerful words, his mouth also spoke life-giving words. കർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ കർത്താവ് യേശുക്രിസ്തു ഒരു വിതയ്ക്കുന്നവന്റെ ഉപമ പറഞ്ഞു. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പോയി. ചില വിത്തുകൾ എവിടെ വീണു? വഴിയരികെ വീണു. ചിലത് മുള്ളിന്മേൽ വീണു, ചിലത് പാറമേൽ വീണു, ചിലത് നല്ല നേരത്ത് വീണു. അതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ കർത്താവ് യേശുക്രിസ്തു അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിതയ്ക്കുന്നവൻ വിതയ്ക്കുന്ന വിത്ത് ഏതാണ്? വിത്ത് ഏതാ? വിതയ്ക്കുന്നവൻ കർത്താവ്, വിത്ത് എന്ന് പറയുന്ന ദൈവത്തിന്റെ വചനം. ഇറ്റ് ഈസ് ഹിസ് വേർഡ്. It is the life-giving word because it produces in that person 30-fold, 60-fold, 100-fold. 30 മേനി അല്ലേ? 30 മേനി, 60 മേനി, 100 times it produces more food. It is a life-giving word. പിന്നെ കർത്താവ് പിന്നെയും പറഞ്ഞു, he that heedeth my word, ഞാൻ പറയുന്ന വാക്കുകൾ അനുസരിച്ച് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് എന്തുണ്ടാകും? നിത്യജീവൻ ഉണ്ടാകും. He that heedeth my words and believeth on him that sent me has everlasting life. His words are the words that give everlasting life. പത്രോസ് വന്നിട്ട് ദൈവത്തോട് എന്താ പറഞ്ഞത്? Where should we go? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലാണ് ഉള്ളത്. ഞങ്ങൾ നിന്നെ വിട്ടിട്ട് എങ്ങോട്ട് പോകും? നമ്മൾ പാടാറുള്ള പാട്ടല്ലേ, നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എങ്ങു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ. സോ ഹിസ് വേർഡ്സ് ആർ ദ ലൈഫ് ഗിവിംഗ് വേർഡ്സ്. ഇറ്റേണൽ ലൈഫ് ഇസ് ഫൗണ്ട് ഇൻ ഹിസ് വേർഡ്സ്. ലിറ്ററൽ ആയിട്ട് നോക്കിയാൽ പോലും മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് യാരിയോസിന്റെ വീട്ടിൽ പോയിട്ട് ജാരിയസ് ഡോട്ടർ വാസ്
dead. But then the Lord Jesus just went there and said what? Talitha kum, maid, arise. Little girl, arise. That was enough. That was enough to give life to a dead body. He did not have to do anything else. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. He just has to say, maid, arise. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വരുമ്പോൾ again, one person is dead and buried for 4 days. 4 ദിവസം അടക്കിയ നാറിയ ആ ലാസറസിനോട് ദൈവം കർത്താവ് യേശുക്രിസ്തു തന്റെ ജീവൻ കൊടുക്കുന്ന വാക്കുകൾ കൊണ്ട് സംസാരിക്കുമ്പോൾ ലാസറെ എഴുന്നേറ്റ് വരിക. Lazarus, come forth. He is not doing any elaborate thing. He is talking to a dead body. He says, Lazarus, come forth. And Lazarus got back his life. His words, the words of his mouth are life-giving words. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇസക്കിയേൽ പ്രവചനത്തിലെ 16-ാം അധ്യായത്തിലെ ഒരു നല്ല ഒരു എക്സാമ്പിൾ നമ്മളെ ഇസ്രായേലിനെ പറ്റിയാണെങ്കിലും ഇറ്റ്സ് സോ ആപ്ലിക്കബിൾ ടു us. He says, I passed by thee. ഞാൻ നിന്നെ കടന്നു പോയി. And I saw you polluted in your own blood. നിന്റെ പുക്കൾ ഇത് മുറിച്ചിട്ടില്ലായിരുന്നു, ഒന്നുമില്ല. You were lying down, wallowing in your blood. And when I saw you, I said, live. ജീവിക്ക എന്ന് പറഞ്ഞു. And you live. അതുപോലെ അങ്ങനത്തെ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അങ്ങനത്തെ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു അവസരം ഒരു ദിവസം ഉണ്ടായില്ലേ? When we were dead in sins and trespasses, അവൻ നമ്മളെ എന്ത് ചെയ്തു? ജീവിപ്പിച്ചു. അവന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ച്, നമ്മുടെ കാതുകളിലേക്ക് അയച്ച്, നമ്മളെ അവന്റെ വചനത്താൽ അവൻ ജീവിപ്പിച്ചു. His words are life-giving words. അവന്റെ വചനം അല്ലെങ്കിൽ അവന്റെ വാക്കുകൾ, അവന്റെ വായിൽ നിന്നുള്ള മൊഴികൾ ശക്തിയേറിയവ എന്ന് മാത്രമല്ല, ജീവൻ കൊടുക്കുന്നത് മാത്രമല്ല, those are instructive words. മത്തായി സുവിശേഷം 5-ാം അധ്യായം നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു പാസേജ് ആണ്. അവർ പറയുന്നത്, he opened his mouth and began to teach. വായ തുറന്ന് അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ലൈഫ് ഗിവിംഗ് ഓർ ഇൻസ്ട്രക്റ്റീവ് words that came out of the saviors. കർത്താവ് പിന്നെയും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ he spoke in parables and he spoke in illustration. ഇതുപോലത്തെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന് 2 മക്കളുണ്ടായിരുന്നു, ഒരു അപ്പനുണ്ടായിരുന്നു, ഒരു ആടുണ്ടായിരുന്നു, ഒരു വിധവയ്ക്ക് 10 കോയിൻസിൽ നിന്ന് ഒരെണ്ണം നഷ്ടമായി. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പഠിപ്പിക്കുന്ന ഒരു കർത്താവ്. ആ വാക്കുകളൊക്കെ കേട്ട് കുറെ പേര് മാനസാന്തരപ്പെട്ടു, കുറെ പേര് കേട്ടു. അവസാനം കർത്താവ് അതിൽ തന്നെ പറഞ്ഞ ഒരു വാക്കിതായിരുന്നു. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ അവസാനം പറയുന്നത്, എൻ്റെ ഈ വാക്കുകൾ കേട്ട് അത് അനുസരിക്കാത്തവൻ എങ്ങനത്തെ ആളാ? He is like a man who built his house upon the sand. The foolish man built his house upon the sand. കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇൻസ്ട്രക്റ്റീവ് വാക്കുകൾ ആണ് എങ്കിൽ, നമ്മളെ പഠിപ്പിക്കുന്ന വാക്കുകളാണ് എങ്കിൽ, അത് നമ്മൾ അനുസരിച്ചില്ലെങ്കിലോ, we are like the foolish man who built a house upon the sand. നമ്മളത് സൺഡേ സ്കൂളിൽ പാടുവാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്, നല്ല ട്യൂണൊക്കെ ഉള്ളത്. ബട്ട് ലെറ്റ് us never miss the lesson. The lesson is, if we hear his instruction and we don't obey those instructions, we are like that foolish man. ആ മൂഢനായ മനുഷ്യൻ who built his house upon the sand. But those who obey his words, those who obey his instructions, they are like the wise man who built his house upon the rock. Who built his house upon the rock. His words are instructive words. His mouth also spoke undefiled words. അവന്റെ വായിൽ നിന്ന് വന്ന ഒരു വഞ്ചനയും ഇല്ല. It was pure, it was clean words. ഒരു തരത്തിലും ഒരു ഇംപ്യൂരിറ്റി ഇല്ലാത്ത വാക്കുകളായിരുന്നു നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ. നമ്മൾ
ഈ ലോകത്തിലെ മറ്റ് ദൈവങ്ങളെ ഒന്ന് നോക്കിക്കേ. What are the words that came out of their mouth? കൃഷ്ണൻ പഠിപ്പിക്കുന്ന ഒരു കാര്യം. കൃഷ്ണൻ കള്ളം പറയാറുണ്ടോ? കൃഷ്ണൻ കള്ളം പറയാൻ എക്സ്പേർട്ട് ആയുള്ള ഇതിലുള്ള മഹാഭാരതത്തിലുള്ളതാണ്. He lies a lot. He is very clever and cunning. He lies a lot. ഇതാണ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ദൈവം. പക്ഷെ നമ്മുടെ കർത്താവിനെ പറ്റിയോ? ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് they were lying in wait for him to catch him in his words. അവന്റെ വാക്കുകളിൽ അവനെ പിടിക്കുവാൻ വേണ്ടി അവര് തക്കം നോക്കി കാത്തിരുന്നു. ഓരോ വാക്കുകളെയും സ്ക്രൂട്ടനൈസ് ചെയ്ത് അവർ നോക്കി കാത്തിരുന്നു. ലൂക്ക് 11:54. പക്ഷെ അവർക്ക് ഒന്നും കിട്ടിയില്ല. അവസാന കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, which of you can convict me of sin? എന്നെ ഏതെങ്കിലും പാപത്തിനെ പറ്റി ബോധം വരുത്താൻ ആർക്കെങ്കിലും കഴിയും? Nobody can convict our Lord Jesus of any sin. ജീവിതത്തിന്റെ ഏറ്റവും അവസാനം വന്നപ്പോൾ അവർക്ക് ആകെ കൊണ്ടുവരാൻ പറ്റിയ കുറ്റപത്രം എന്തായിരുന്നു എന്ന് അറിയാമോ? He called himself the Son of God. അവനെ തന്നെ ദൈവപുത്രൻ എന്ന് വിളിച്ചു. ആ ഒരു കുറ്റപത്രം മാത്രമേ അവർക്ക് കാത്തിരുന്ന് ഉണ്ടാക്കി കണ്ടുപിടിക്കാൻ പറ്റിയുള്ളൂ. അവന്റെ വാക്കുകളിൽ അവനെ കുടുക്കുവാൻ ഒരു മനുഷ്യനും കഴിഞ്ഞില്ല. അവന്റെ വാക്കുകൾ were clean, pure, undefiled words. പത്രോസ് പറയുന്നത് അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ ഒരു വഞ്ചനയും ഉണ്ടായിട്ടില്ല. He did no sin, neither was there any guile in his mouth. ഈ മനുഷ്യനെയാണ് നമ്മൾ അനുഗമിക്കുന്നത് എങ്കിൽ, if this is the man that we are following, നമ്മുടെ വാക്കുകൾ എങ്ങനെയായിരിക്കണം? ഇതുപോലത്തെ ഒരു മനുഷ്യനെയാണ് ഈ ലോകത്തെ സംബന്ധിച്ചോളം ജീസസ് ക്രൈസ്റ്റ് was just a great teacher or some prophet or something. But if this is the person that we are following, നമ്മളെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ വിളിക്കുന്നു എങ്കിൽ അവന്റെ വാക്കുകൾ പോലെയുള്ള വാക്കുകളല്ലേ നമ്മുടെ വായിൽ നിന്നും വരേണ്ടത്. പക്ഷെ നമ്മുടെ വായിൽ നിന്ന് വരുന്നത് എന്താ? ഫൂളിഷ് ടോക്കിംഗ് ആൻഡ് ജസ്റ്റ്. മലയാളത്തിലെ വാക്ക് എന്താ? Ephesians 5:4. No filthiness, nor foolish talking, nor jesting, joking, which is not befitting, but rather giving of thanks. അതാണ് നമ്മുടെ വായിൽ നിന്ന് വരേണ്ട വാക്കുകൾ. നമ്മൾ എത്രയോ പ്രാവശ്യം ഗോസിപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ എത്രയോ പ്രാവശ്യം ആൾക്കാരെ പുകഴ്ത്താറുണ്ട്. ഫ്ലാറ്ററി, ആവശ്യമില്ലാതെ ആൾക്കാരെ പുകഴ്ത്താറുണ്ട്. എത്രയോ പ്രാവശ്യം കള്ളം പറയാറുണ്ട്. എത്രയോ പ്രാവശ്യം അൺഹെൽതി ആയിട്ടുള്ള ജോക്സ് പറയാറുണ്ട്. But the person that we are following, his lips were undefiled. ഒരു കളങ്കവും ഇല്ലാത്ത അധരങ്ങളുള്ള ആളായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. Not only was his mouth speaking powerful words, life-giving words, instructive words, undefiled words, but his mouth also spoke a lot of promises. നമുക്ക് ഈ ലോകത്തിൽ ഒത്തിരി വാഗ്ദത്തങ്ങൾ തന്ന ഒരു നാഥനെയാണ് നമ്മൾ സേവിക്കുന്നത്. The other gods of this world, അവർ വന്നു ജീവിച്ചു. അവരുടെ സ്റ്റോറീസ് എടുത്ത് നോക്കിയാൽ വന്നു, ജീവിച്ചു, മരിച്ചു, പോയി. ഇതുപോലത്തെ പ്രോമിസസ് തന്ന വേറെ ഒരു ദൈവവും ഇല്ല. നിന്റെ പ്രിയന് മറ്റുള്ള പ്രിയന്മാരെക്കാൾ എന്താണ് വിശേഷത? ഇതുപോലെ പ്രോമിസസ് സംസാരിച്ച അല്ലെങ്കിൽ പ്രോമിസസ് വായിൽ നിന്ന് വന്ന വേറെ ഒരു ദൈവന്മാരും ഈ ലോകത്തിൽ ഇല്ല. All the religions of this world only give you commandments, but Jesus Christ, he gives you promises. And each and every believer has a claim to each of those promises. ഏതൊക്കെ പ്രോമിസസ് ആണ്?
കർത്താവ് യേശു ക്രിസ്തു നമുക്ക് തന്നത്. He gave us the promise of eternal life. വേറെ ഏത് റിലിജനിലാണ് നമുക്ക് ഇറ്റേണൽ ലൈഫിന്റെ പ്രോമിസ് കിട്ടുന്നത്? എല്ലാ മതവും എടുത്ത് നോക്കിക്കേ. വാട്ട് ഈസ് ദ കോമൺ തിങ് ഇൻ ഓൾ ദ റിലിജൻസ്? യു ഡു ആൻഡ് ലിവ് ബെറ്റർ ആൻഡ് ലിവ് ബെറ്റർ. നന്നായിട്ട് ജീവിക്കുക, നന്നായിട്ട് ജീവിക്കുക, നന്നായിട്ട് ജീവിക്കുക. നിങ്ങളുടെ കർമ്മങ്ങൾ നല്ലതായിട്ട് അവസാനം ഒരു പക്ഷേ, അവിടെയാണ് ഏറ്റവും വലിയത് അല്ലേ, പ്രോമിസ് അല്ല, ഒരു പക്ഷേ നിങ്ങൾ മോക്ഷത്തിൽ എത്തും. There is no guarantee. Even you take Roman Catholicism, മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകും? പർഗേറ്ററി അല്ല, യാതന സ്ഥലം, അതാണോ മലയാളത്തിൽ? You go to purgatory and there you have to do a lot of rites and rituals to get you out of there. There is no guarantee. Only the Lord Jesus gives you a promise of eternal life. നിത്യജീവന്റെ വാഗ്ദത്തം തരുന്നത് യേശു ക്രിസ്തു മാത്രമാണ്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. For God so loved the world that he gave his only begotten Son, that whosoever believeth on him should not perish but have everlasting life. He that believeth on the Son has passed from death to life. It is a promise that we can all claim. He gave the promise of the Holy Spirit. അതിനെ ഇതിനകത്ത് എഴുതാൻ പറ്റുമോ? Promise of the Holy Spirit. ഞാൻ ഈ ലോകത്തിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? വേറെ എന്നെ പോലെ ഉള്ള വേറെ ഒരു കംഫർട്ടർ കാര്യസ്ഥനാണ്. ഓക്കെ, വേറൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. He will not only be with you, he will be in you. നിങ്ങളുടെ കൂടെ ഇരിക്കും എന്ന് മാത്രമല്ല, നിങ്ങളിൽ വസിക്കാൻ പോകുന്ന മറ്റൊരു കാര്യസ്ഥൻ. സംഭവിച്ചോ? ആ വാഗ്ദത്തം പറഞ്ഞതുപോലെ സംഭവിച്ചോ? കർത്താവ് യേശു ക്രിസ്തു പോയി 50 ദിവസം കഴിഞ്ഞ് he came on the day of Pentecost. The Holy Spirit, തന്നെ പോലെയുള്ള വേറൊരുത്തൻ, പൂർണ്ണ ദൈവമായ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുവാൻ കർത്താവ് യേശു ക്രിസ്തു അയച്ച കാര്യസ്ഥൻ. Promise of answered prayer. മൂന്നാമത്തെയാണ്, ഞാൻ രണ്ടാമത്തെ എഴുതിയേക്കുന്നത്. ഹോളി സ്പിരിറ്റ് ഞാൻ ഇവിടെ എഴുതാൻ വിട്ടുപോയി. പ്രോമിസ് ഓഫ് ആൻസേർഡ് പ്രയർ. നിങ്ങളിൽ ഈ ലോകത്തിൽ നിങ്ങളിൽ 2-3 പേര് എഗ്രി ചെയ്തിട്ട് എന്ത് പ്രാർത്ഥിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരും. When 2 or 3 of you agree and ask anything in my name, I will do it. വേറൊരു സ്ഥലത്ത് ദൈവഹിതത്തിന് പ്രകാരമുള്ളത് തരും. He will give you. There is a promise that he will give you what you ask in prayer. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ചോദിക്കുന്നത് എല്ലാം പുത്രൻ പിതാവിൽ മഹത്വപ്പെടേണ്ടതിന് നിങ്ങൾക്ക് നൽകും എന്നാണ് വാക്ക്. അത് മാത്രമല്ല, വേഗം പോട്ടെ. He gave us a promise of victory. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ട്രിബുലേഷൻ, കഷ്ടത ഉണ്ടാകും. But be of good cheer. I have overcome the world. ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടത ഉണ്ടാകും, ശരിയാണ്. But I have overcome the world, so you be of good cheer. Through him, Romans chapter 8, through him we are more than conquerors. അവനിൽ നാം we are more than conquerors through him who loved us. ജയാളികളാണ്. ഓക്കെ, മലയാള റോമൻസ് ചാപ്റ്റർ 8 ആ വാക്യം. We have been given the promise of being conquerors. We have been given the promise of being conquerors. ഈ ലോകത്തിൽ നമുക്ക് പലപ്പോഴും പല തവണ നമ്മൾ തോറ്റുപോകുന്ന അവസരം
ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ പാപത്തോട് തോറ്റുപോകുന്ന അവസരമായിരിക്കും, ചിലപ്പോൾ ജീവിതത്തിലെ പല സ്ട്രഗിൾസിനോട് തോറ്റുപോകുന്ന അവസ്ഥയായിരിക്കും. ചില സമയത്ത് നമ്മൾ ഡിഫീറ്റഡ്, വിൽ ബി ഡൗൺ ഹാർട്ടഡ്, വി വിൽ ബി സോ ഗിൽറ്റ് റിഡൻ. But the Lord reminds us again, I have given you the promise, be of good cheer, because I have overcome the world. Because I live, you shall live also. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. നമ്മൾ പാടുന്ന പാട്ടുണ്ട്, in the name of Jesus, in the name of Jesus we have the victory. Claim your victory. Any dear young brother who is listening to me, നിങ്ങൾ പല സ്ട്രഗിൾസിൽ കൂടെ ജീവിതത്തിൽ പോകുമായിരിക്കും. പക്ഷേ claim that victory, because the Lord Jesus says that my grace is sufficient for you. My strength is made perfect in weakness. I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് എല്ലാം സാധ്യമാണ്. I can do it because God has given you the promise of victory. ജയാളികളുടെ ആ ഒരു വാഗ്ദത്തമാണ് ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് യുവ സഹോദര, യുവ സഹോദരി, പ്രായമുള്ളവരും ആയിക്കൊള്ളട്ടെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോൽവിയുടെ ഒരു അനുഭവം വരുന്നുണ്ടെങ്കിൽ claim that promise of victory that has come out of the mouth of the Lord Jesus. അത് മാത്രമല്ല, he has given us the promise of his presence. അവന്റെ സാന്നിധ്യത്തിന്റെ വാഗ്ദത്തം തന്നിട്ടുണ്ട്. 2-3 പേർ എന്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെ ഞാൻ അവരുടെ മധ്യത്തിൽ, where 2 or 3 are gathered together in my name, I am there in the midst of them. And based on that promise, today we are sure ഈ ഹോളില് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. The promise of his presence. The promise of his presence. കർത്താവ് ഈ ലോകം വിട്ട് പോകുന്ന അവസാനത്തെ ഒരു സംഭാഷണത്തിൽ പറഞ്ഞു, നിങ്ങൾ ലോകം മുഴുവനും പോയി സുവിശേഷം അറിയിക്കുക. Go ye into all the world and preach the gospel. Make disciples. പിന്നെ അവസാനം എന്താ പറഞ്ഞു? Lo, I am with you always, even unto the end of the age. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ കർത്താവിന്റെ വാക്ക്. വേറെ എല്ലാ ദൈവങ്ങളും വന്നിട്ട് പോയി, അവരുടെ കഥ കഴിഞ്ഞു. പുസ്തകത്തിൽ മാത്രമേ അവരെ പറ്റി വായിക്കാനും പറ്റത്തുള്ളൂ. പക്ഷേ നമ്മുടെ കർത്താവ്, he has promised his presence in our midst. ഇന്നും ആ വാഗ്ദത്തം കർത്താവ് പാലിക്കുന്ന ആ കർത്താവ്. The promise of eternal life, the promise of the Holy Spirit, the promise of answered prayer, the promise of victory, and the promise of his presence. അവന്റെ വായിൽ നിന്ന് വരുന്ന promissory words that come out of his mouth. പക്ഷെ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ദി ഓപ്പോസിറ്റ് ഒരു കാര്യം പറഞ്ഞു. His mouth spoke silence. Okay, that is a contradicting word. Okay, അത് മനഃപൂർവ്വം അങ്ങനെ, you cannot speak silence, right? But still അത് മനസ്സിലാകാൻ വേണ്ടി ഇട്ടതാണ്. His mouth spoke silence. പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ എവിടെ നിന്നാണ്? നിന്നെ പറ്റി ഇത്രയും കാര്യങ്ങൾ, കുറ്റങ്ങളൊക്കെ പറയുന്നില്ല. പക്ഷെ എന്താ കർത്താവ് പറഞ്ഞത്? കർത്താവ് എന്താ പറഞ്ഞേ? കർത്താവ് ഒന്നും പറഞ്ഞു. But Jesus gave him no answer. ഒരു ഉത്തരവും ഒരു റിപ്ലൈയും കർത്താവ് യേശു ക്രിസ്തു കൊടുത്തില്ല. അതുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ എന്ന നിലയ്ക്ക് ഒരു കാര്യം പറയട്ടെ. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഉത്തരം തരണ്ട എന്ന് വിചാരിക്കുന്ന സമയം വരാം. കർത്താവിന് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടും നമ്മൾ കേട്ടില്ല. കർത്താവിനെ വിട്ടു പോകുക. കർത്താവ് തന്ന എല്ലാ പ്രവാചകന്മാരെ അയച്ചു, പ്രസംഗിക്കുന്ന ആൾക്കാരെ അയച്ചു, പല തവണ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് വെളിച്ചം തന്നു. എന്നിട്ടും നമ്മൾ വേണ്ട എന്ന് പറയുമ്പോൾ then the Lord will have no answer. Then the Lord will have no answer. ശൗലിന്റെ ജീവിതത്തിൽ അങ്ങനെയല്ലേ സംഭവിച്ചത്? ശൗലിന് പിന്നെയും അവസരം കൊടുത്തു. അവസാനം
സ്വപ്നത്തിലോ ഒരു വിധത്തിലും ശൗലിനോട് ദൈവം സംസാരിക്കാതെ. നമ്മുടെ ജീവിതത്തിൽ അത് ഒരിക്കലും വരരുത്. പക്ഷെ തിരിച്ചു വരാം, പഴയ നിയമത്തിൽ റോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മൗനമായിരിക്കുന്ന ഒരു ആടിനെ പോലെ അവൻ വായ തുറക്കാതെ ഇരുന്നു. As a sheep before her shearers is dumb, so he opened not his mouth. ഈ വായ തുറക്കാതിരുന്ന കർത്താവിനെ അവര് താൻ തന്നെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് അവര് ക്രൂശിന്മേൽ തൂക്കി കർത്താവ് പറയുന്നത്, എനിക്ക് ദാഹിക്കും. ഈ his lips are dripping with sweet smelling myrrh എന്നല്ലേ നമ്മുടെ ഉത്തമഗീതത്തിൽ വായിക്കുന്നത്. അവന്റെ വായിൽ നിന്ന്, അധരങ്ങളിൽ നിന്ന് മൂറിന്റെ തൈലം ഒഴിച്ചു വരും. പക്ഷെ ആ ക്രൂശിൽ നമ്മുടെ കർത്താവിനെ നോക്കുമ്പോൾ ചുണ്ടെല്ലാം ഉണങ്ങി, പാച്ച്ഡ് ലിപ്സ്, ചുണ്ടുണങ്ങി, തൊണ്ടയെല്ലാം ഉണങ്ങി, വായിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ കർത്താവ് ആ ക്രൂശിൽ കിടക്കുമ്പോൾ കർത്താവ് പറയുന്നത്, എനിക്ക് ദാഹിക്കുമ്പോ അവർ കൊടുത്തത്, they gave him vinegar to drink. They did not even give him water to drink. ദാവീദ് ഒരു ദിവസം താൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ തനിക്ക് ഒരു വിചാരമുണ്ടായി, ഒരു ആഗ്രഹമുണ്ടായി. ബത്ലഹേമിലെ കിണറിൽ നിന്ന് എനിക്ക് കുറച്ച് വെള്ളം കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഒരാഗ്രഹം ഉണ്ടായപ്പോൾ തൻ്റെ മൈറ്റി മാൻ ഓഫ് ഡേവിഡ് ഫിലിസ്തീനരുടെ ആ പ്രദേശത്ത് കൂടെ പോയിട്ട് അവരുടെ ജീവിതം പണയം വെച്ച് അത് എടുത്തുകൊണ്ട് വന്ന് ദാവീദിന് കൊടുത്തു. ദാവീദ് അത് കുടിച്ചില്ല. എൻ്റെ സോൾജേഴ്സിന്റെ രക്തമാണ് ഇത് എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ അത് ഒഴിച്ചു കൊടുത്തു. പക്ഷെ അത്രയും ചെയ്യാൻ വേണ്ടി ദാവീദിന് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ദാവീദ് പുത്രനായവന് ക്രൂശിൽ കിടന്ന് ദാഹിച്ച് കിടക്കുന്നു. ആ അധരങ്ങളിലേക്ക് അവർ കൊടുത്തത് കുറച്ച് വിനിഗർ ആയിരുന്നു. കുറച്ച് വേറെ ഒന്നും കൊടുക്കാൻ മനുഷ്യന് അത്രയും ക്രൂരന്മാരായി പോയി. പക്ഷേ ആ കഷ്ടതയിലും ആ ചുണ്ടിൽ നിന്ന് മൂറിൻ തൈലം തന്നെ പുറപ്പെട്ടു വന്നു. ആ ചുണ്ടിൽ നിന്ന്, ആ ഉണങ്ങിയ ചുണ്ടിൽ നിന്ന് പറഞ്ഞത്, എല്ലാം നിവർത്തി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ടെറ്റലസ്റ്റൈ, എവറിത്തിങ് ഈസ് ഓവർ. അത് കാരണമാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഇരിക്കുവാൻ തന്നെ സാധ്യമായ കാര്യം. His mouth spoke silence on that cross. It's almost time. വേഗം തീർക്കാം. അത് മാത്രമല്ല, his mouth spoke warning words. കർത്താവിന് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വാർണിംഗ് ആയിട്ട് പറഞ്ഞത് എന്തിനെ അഗൻസ്റ്റ് ആയിട്ടായിരുന്നു? ഏറ്റവും കൂടുതൽ കർത്താവ് ശാസിച്ചത്, സ്കോൾഡ് ചെയ്തത് ആരെ പറ്റിയാണ്? ബ്രദറുകാരെ പറ്റി അല്ലെ? ഫാരസീസിനെ പറ്റിയായിരുന്നു, പരീശന്മാരെ പറ്റി. പരീശന്മാരുടെ അർത്ഥം എന്താ? വേർപെട്ടവരെന്നാണ്. സെപ്പറേറ്റഡ് പീപ്പിൾ, അവരെ പറ്റിയായിരുന്നു കർത്താവ് യേശുക്രിസ്തുവിന് ഏറ്റവും കൂടുതൽ ശാസന ഉള്ളത്. റിലീജിയസ്, പ്രൊഫഷൻ ആൻഡ് ലീഗലിസം. എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉള്ള ഏറ്റവും വലിയ ഒരു ദോഷമാണ് എന്ത്? റിലീജിയസ് പ്രൊഫഷൻ. ആത്മീയതയുടെ ഒരു വേഷം, അതിൻ്റെ ശക്തി ത്യജിക്കുന്നു. ദൈവഭക്തിയുടെ ഒരു വേഷം. കർത്താവ് ഏറ്റവും കൂടുതൽ വാർണിംഗ് തന്നത് ഇങ്ങനത്തെ കപടഭക്തിയുടെ എതിരായിട്ടായിരുന്നു. കർത്താവ് ഏറ്റവും കൂടുതൽ വാർണിംഗ് തന്നത്. അത് മാത്രമല്ല, കർത്താവ് യേശുക്രിസ്തു പാപികളോട് ഏറ്റവും കൂടുതൽ വാർണിംഗ് തന്നു. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിങ്ങൾ പാപത്തിൽ മരിച്ചാൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്, ഈ പട്ടണം അല്ലെങ്കിൽ ആ പട്ടണം ഇവർക്കിങ്ങനെ ടവർ ഓഫ് ഷിലോം ഫെൽ ഓൺ സം പീപ്പിൾ, അവരെല്ലാം പാപം ചെയ്തു അതുകൊണ്ടാണോ മരിച്ചത്? അല്ല,
നിങ്ങൾ റിപ്പന്റ് ചെയ്തില്ല, അൺലെസ് യു റിപ്പന്റ് യു ഷാൽ ലൈക്ക്വൈസ് പെരിഷ്. നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും. പാതാളത്തെ അല്ലെങ്കിൽ നരകത്തെ പറ്റി ഏറ്റവും കൂടുതൽ വാർണിംഗ് തന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഇന്നത്തെ സുവിശേഷ യോഗങ്ങളിലും സുവിശേഷന്മാരും നരകത്തെ പറ്റിയുള്ള ഒരു ഗോസ്പൽ ഒരിക്കലും നമ്മൾ കേൾക്കാറില്ല. കർത്താവ് യേശുക്രിസ്തു വളരെ കർശനമായിട്ട് പഠിപ്പിച്ച ഒരു വാർണിംഗ് ആണ്. നിങ്ങൾ ഒരു കണ്ണ് പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ, അല്ലെങ്കിൽ ഒരു കൈ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ, ഇറ്റ് ഈസ് ബെറ്റർ ടു കട്ട് ഇറ്റ് ഓഫ്. വൈ? It is better to enter into everlasting life with one eye or one hand rather than to go into eternal hell. നിത്യമായ നരകത്തിൽ പോകുന്നതിനേക്കാളും ഭേദം ഒരു കാലോ ഒരു കണ്ണോ ഇല്ലാതെ സ്വർഗത്തിൽ പോകുന്ന. കാരണം അവിടുത്തെ പുഴു ചാകുന്നില്ല, അവിടുത്തെ തീ കെടുന്നില്ല. ഏറ്റവും കർശനമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും സീരിയസ് ആയിട്ട് നരകത്തെ പറ്റി പ്രസംഗിച്ചത് കർത്താവ് യേശുക്രിസ്തു ആണ്. അയ്യോ, നമ്മൾ എത്ര പ്രാവശ്യം നമ്മുടെ ഗോസ്പിൾസില് ഒരു സ്ഥലം പ്രോസ്പെറിറ്റി ഗോസ്പിൾ, സമാധാനം കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും എന്നുള്ള ഗോസ്പിൾ അല്ലേ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നരകത്തെ പറ്റിയുള്ള പ്രസംഗം നമ്മൾ കേൾക്കാറില്ല. ദൈവം ന്യായാധിപതിയാണ്. നരകത്തിലേക്കുള്ള ഏറ്റവും കൂടുതൽ വാർണിംഗ് കൊടുത്തത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. നല്ല വാക്കുകൾ മാത്രമല്ല, ഏറ്റവും കൂടുതൽ വാർണിംഗ് ആയിട്ട്, വാർണിംഗിന്റെ മലയാളം എന്താ? മുന്നറിയിപ്പ്. ഏറ്റവും കൂടുതൽ മുന്നറിയിപ്പ് കൊടുത്തത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ആ വാർണിംഗ്സ്, കർത്താവ് നമുക്ക് തന്ന വാർണിംഗ്സ് എല്ലാം നമ്മൾ ഒന്ന് ഓർത്തു വെച്ചാൽ കൊള്ളാം. അല്ലെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ, അത് കർത്താവിന്റെ വാർണിംഗ് ആണ്, നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അതുപോലെ നശിച്ചു പോകും. കർത്താവിന്റെ വാർണിംഗ് ആണ്. ആരെങ്കിലും പരീശന്മാരെ പോലെ അവരുടെ ഫോൾസ് റിലിജനില്, അവരുടെ കർമ്മങ്ങളില് അവർ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിൽ വിശ്വസിച്ച് ഒരു ഫോൾസ് റിലിജനിൽ ട്രസ്റ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ, ദൈവമക്കളെ ഞാൻ പറയട്ടെ, ആരെങ്കിലും അങ്ങനെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ കർത്താവിന്റെ വാർണിംഗ് അതാണ്, നിങ്ങൾ അതുപോലെ നശിച്ചു പോകും എന്നാണ് വാർണിംഗ്. അവിടെ പുഴു കെടുന്നില്ല, അവിടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നില്ല. അതുപോലത്തെ ഒരു നരകമാണ് ഫ്യൂച്ചറിൽ നാശമായിട്ട് നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയിലല്ലാതെ സ്വന്തം പ്രവൃത്തിയിൽ ആർക്കും വിശ്വസിച്ച് നിത്യജീവൻ നേടുവാൻ കഴിയത്തില്ല. വേഗം മുന്നോട്ട് പോട്ടെ. അത് മാത്രമല്ല, ഹിസ് മൗത്ത് സ്പോക്ക് ഇൻവൈറ്റിംഗ് വേർഡ്സ്. ഏറ്റവും കൂടുതൽ വരിക എന്ന് പറഞ്ഞത് കർത്താവ് സ്വന്തം പറഞ്ഞ വാക്കുകളാണ്. നമ്മൾ 1-ാം അധ്യായത്തിൽ നമ്മുടെ ഒരു റിക്വസ്റ്റ് എന്തായിരുന്നു? ഡ്രോ മീ, എന്നെ അങ്ങനെ ഡ്രോ. സോങ് ഓഫ് സോങ്സ് ചാപ്റ്റർ 1 and verse 4 മലയാളത്തിൽ എന്തായിരുന്നു? വലിക്ക, എന്നെ വലിക്ക, നിന്റെ പിന്നാലെ എന്നെ വലിക്ക, ഡ്രോ മീ ക്ലോസ് ടു ദീ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. കർത്താവ് പറയുവാണ് കം ക്ലോസ് ടു മീ. വേഗം, ഇത് നിങ്ങളുടെ സ്വന്തം ഓൺ മെഡിറ്റേഷന് വേണ്ടി പറയുവാണ്. എന്തൊക്കെയാണ് കർത്താവ് പറഞ്ഞത്? കം unto me all your weak and heavy. This is a beautiful study. നമ്മൾ കർത്താവിന്റെ ഇൻവിറ്റേഷൻസിനെ എല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പഠിച്ചു നോക്കിയേ. യു ഗെറ്റ് സോ മച്ച് ഔട്ട് ഓഫ് ഇറ്റ്. അത് ഇരുന്ന് ധ്യാനിക്കുമ്പോൾ ഇറ്റ് ഇസ് മോർ ബ്യൂട്ടിഫുൾ ആസ് വി കം അലോങ്. ഹിസ് കോൾ ഫോർ ഹിസ് ഇൻവിറ്റേഷൻ ഫോർ സാൽവേഷൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഒരാളുള്ളവരെ എൻ്റെ അടുക്കൽ വരിക, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. അത് മാത്രമല്ല, ആർക്കെങ്കിലും ദാഹിച്ചാൽ കം unto me and drink. എൻ്റെ അടുക്ക് വന്ന് ഞാൻ അവരുടെ ഉള്ളിൽ ജീവന്റെ നീറുറവ തുറക്കും. I will open up a spring of living water inside their heart. Come unto me and drink. യെശയ്യാ പ്രവചനത്തിൽ പറയുന്നു, oh everyone that thirsteth, come to the water, come buy without money, buy without price. I will give you the water of life freely. ശമേരക്കാരത്തെ സ്ത്രീയോട് കർത്താവ് പറഞ്ഞ എന്താ? നിന്നോട് ആര് സംസാരിക്കുന്നത് നിനക്ക് അറിയത്തില്ല. അറിയുമായിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുമായിരുന്നു, അവൻ നിനക്ക് ജീവന്റെ വെള്ളം തരുമായിരുന്നു. Come unto me and drink. The invitation is open to everyone.
അത് മാത്രമല്ല അടുത്തത് പറയുന്നത് കം ഫോളോ മീ, വരിക എന്നെ അനുഗമിക്കുക. കം ആൻഡ് ഫോളോ. These three words are enough to keep us busy for the rest of our life. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബിസിയാക്കി വെക്കാൻ ഈ 3 വാക്കുകൾ മാത്രം മതി. What a wonderful savior he is to follow. പിന്നെ കർത്താവിനോട് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, നീ എവിടെയാണ് പാർക്കുന്നത്? അപ്പൊ കർത്താവ് അവരോട് എന്താ പറഞ്ഞത്? കം ആൻഡ് സീ, വന്ന് കാണുക. വേർ dwellest thou? അവര് ഇത് കണ്ടപ്പോ അവരുടെ കണ്ണുകൾ തുറന്നു, അവര് കർത്താവിനെ അനുഗമിക്കുവാൻ തുടങ്ങി എന്നാണ് നമ്മൾ യോഹന്നാൻ 1:39 വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കർത്താവ് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുന്നത്, കം ye yourself apart and rest a while. നിങ്ങളുടെ ജോലിയിൽ നിന്ന്, നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് കുറച്ചു നേരം ഒന്ന് മാറിയിരുന്ന്, സെപ്പറേറ്റഡ് ആയിട്ട് ഇരുന്ന് എൻ്റെ കൂടെ വന്ന് ഇന്ന് വിശ്രമിക്കുക. Come ye yourself apart. I want some time alone with you. ശലോമോൻ ഉത്തമഗീതത്തിലെ ഏറ്റവും വലിയ പോയിന്റും ആ ഒരു ഇൻവിറ്റേഷൻ തന്നെയാണ്. Come ye yourself apart. തന്നെ ഇന്റിമേറ്റ് ആയിട്ട് എൻ്റെ കൂടെ ഇരുന്ന് ഒന്ന് വിശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും ഓടുവാണല്ലോ, എന്ന് ഓടിത്തുടങ്ങിയതാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബദ്ധപ്പാടാണ്. Come ye yourself apart. Come spend some time with me and take rest. അത് കഴിഞ്ഞിട്ട് യോഹന്നാൻ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പത്രോസും ബാക്കി ശിഷ്യന്മാരും മീൻ പിടിക്കാൻ പോയി. മീനെല്ലാം പിടിച്ച് അവർ വന്നപ്പോഴത്തേക്ക് കഴിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച് അവർ വന്നപ്പോൾ അവരെന്താ കണ്ടത്? കർത്താവ് അവിടെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞത്, കം ആൻഡ് ഡൈൻ. There is always a place at the table. എൻ്റെ പ്രിയ സഹോദരി, ആരെങ്കിലും ഈ കർത്താവിനെ വിട്ടുപോയി ദൂരെ പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഏതെങ്കിലും ഒരു വിധത്തിൽ പിന്മാറ്റത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ഈ കർത്താവ് പറയുന്ന കം ആൻഡ് ഡൈൻ വിത്ത് മീ. ഉത്തമഗീത 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, while the king is sitting at the table. രാജാവ് മേശയുടെ ചുറ്റും ഇരിക്കുമ്പോൾ my spikenard is running high. I am having sweet fellowship with him. I am enjoying a meal with him. Come with me and dine is the invitation. കർത്താവിന്റെ ആ മേശയിൽ എപ്പോഴും നിന്റെ പേരിൽ ഒരു സ്ഥലം ഉണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ മൈ സീറ്റ് ഇസ് മോസ്റ്റ് ഓൾവേസ് എംപ്റ്റി. അല്ലെ, എൻ്റെ സീറ്റ് അവിടെ എംപ്റ്റി ആണ്. കുടുംബം മുഴുവനും കൂടുമ്പോ എൻ്റെ സീറ്റ് അവിടെ എംപ്റ്റി. There is always a place at his table. There is a place waiting for you, whether you are a sinner or whether you are a backslidden believer. കർത്താവ് യേശുക്രിസ്തു പറയുന്നത്, come and dine with me. എൻ്റെ കൂടെ വന്ന് ഭക്ഷണം കഴിക്കുക. Spend some time with me. That is the invitation of the Lord Jesus. And then the last one is the biggest challenge. Come, take up your cross and follow me. വന്ന് കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക. A faithful Christian will never be popular in this world. നമുക്ക് വേറെ പല ദൈവന്മാരും വേറെ പല പ്ലഷേഴ്സും, ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്, പല പ്ലഷേഴ്സും ഈ ലോകത്തിലുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നത്, ടേക്ക് അപ്പ് യുവർ ക്രോസ് ആൻഡ് ഫോളോ. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ഹിസ് ഇൻവിറ്റേഷൻ. വേഗം ഞാൻ നിർത്തട്ടെ, ടൈം ഇസ് ഓൾമോസ്റ്റ് ഓവർ. ഹിസ് മൗത്ത് സ്പോക്ക് ഇൻവൈറ്റിംഗ് വേർഡ്സ്. ക്ഷണിക്കുന്ന വാക്കുകൾ നമ്മുടെ കർത്താവിന്റെ വായിൽ നിന്ന് വന്നു. ക്ഷണിക്കുന്ന വാക്കുകൾ മാത്രമല്ല, ഹിസ് മൗത്ത് ഓൾസോ സ്പോക്ക് ക്വസ്റ്റ്യനിങ് വേർഡ്സ്. കർത്താവ് യേശുക്രിസ്തു ചോദിച്ച ചോദ്യങ്ങൾ ഒന്ന് ലിസ്റ്റ് ചെയ്താൽ, വെരി വണ്ടർഫുൾ സ്റ്റഡി. അത് തന്നെ ശരിക്കും നമ്മളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഞാൻ 10 മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, വെറുതെ ഒന്ന് വായിച്ചു മാത്രം പോകാം. Who do you say that I am?
ഞാൻ ആര് എന്ന് നിങ്ങൾ പറയും. നമ്മളായിട്ട് സ്വന്തം ആൻസർ ചെയ്താൽ മതി. നീ വിശ്വസിക്കുന്നുവോ എന്നുള്ള ചോദ്യം. ഡു യു ബിലീവ്? 3, ഡു യു വോണ്ട് ടു ബി ഹോൾ? ഡു യു വോണ്ട് ടു ഗെറ്റ് വെൽ? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? പലപ്പോഴും ദൈവത്തിന് മനസ്സുണ്ട്, നമുക്ക് മനസ്സ് ഇല്ല. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? Why are you so afraid? നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? കർത്താവിന്റെ ചോദ്യം. അടുത്തത്, why do you doubt? എന്തിനാണ് സംശയിച്ചത്? Why did you doubt? ആറാമത്തത്, do you still not see or understand? നിങ്ങൾക്ക് ഇത്രയുമായിട്ടും ഇത് മനസ്സിലായില്ലേ? കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യം. പിന്നെ ശിഷ്യന്മാരോട് ചോദിച്ച അടുത്ത ചോദ്യം, നിങ്ങളും എന്നെ വിട്ടു പോകുമോ? അപ്പോഴാണ് പത്രോസ് പറഞ്ഞത്, നിന്നെ വിട്ടിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത്? അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങളും എന്നെ വിട്ടിട്ട് പോകുമോ? എട്ടാമത്തെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ സ്ക്രിപ്ചർ സേ? തിരുവെഴുത്ത് എന്ത് പറയുന്നു? പരീക്ഷന്മാരോട് ചോദിച്ച ചോദ്യമാണ്. തിരുവെഴുത്ത് എന്ത് പറയുന്നു? ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് കുറെ ബുക്സിൽ നിന്നും കുറെ ഫിലോസഫീസിൽ നിന്നും കുറെ ഐഡിയാസ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ തിരുവെഴുത്ത് എന്ത് പറയുന്നു? ഇറ്റ് ഇസ് ടൈം ടു ഗോ ബാക്ക് ടു ദ സ്ക്രിപ്ചേഴ്സ്. അടുത്തത്, ഹൂ ടച്ച്ഡ് മീ? ദാറ്റ് ഇസ് അനദർ ക്വസ്റ്റ്യൻ. അവസാനത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, അവസാനം പത്രോസിനോട് കർത്താവ് ചോദിച്ച ഒരു ചോദ്യം, ഷീമോൻ ബറിയോന ഷീമോനെ, ഡു യു ലവ് മീ? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? Those are the questions that came out of the Savior's mouth. 2 more minutes and I will stop. അവസാനത്തത്, his mouth spoke sweet words. അതാണ് 16-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. his mouth is most sweet. അവന്റെ വായ ഏറ്റവും മധുരം ഉള്ളത്. ഒരു പാപിയെ സംബന്ധിച്ചോളം അവന് കേൾക്കാൻ ഏറ്റവും ആഗ്രഹമുള്ള വാക്കുകളായിരുന്നു കർത്താവിന്റെ വായിൽ നിന്ന് വന്നത്. ഒരു സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടിട്ട് കർത്താവിന്റെ മുമ്പിൽ വന്ന് എല്ലാവരും കല്ലെറിയാൻ പോകുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഓരോരുത്തർ മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തം ഓരോരുത്തരും മാറിപ്പോയി. അവസാനം അവളെ വിധിക്കുവാൻ അധികാരമുള്ള ഏക വ്യക്തി കർത്താവ് മാത്രം അവിടെ നിൽക്കുമ്പോൾ കർത്താവ് അവരോട് എന്താ പറഞ്ഞേ? ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, ഇനി പോയി പാപം ചെയ്യും. Neither do I condemn you. Go and sin no more. റോമാലേഖനത്തില് 8-ാം അധ്യായത്തിന്റെ അവസാനമാണെന്ന് തോന്നുന്നു, പൗലോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. Who is he that condemns? It is God that justifies. കുറ്റം വിധിക്കുന്നത് ആർ? ദൈവമാണ് നീതീകരിക്കുന്നത്. It is God who justifies. Who is there to condemn? ഏറ്റവും ഒരു അവിശ്വാസിയെ സംബന്ധിച്ചോളം ഏറ്റവും മധുരമായ വാക്കുകളാണ് കർത്താവിന്റെ വായിൽ നിന്ന് വരുന്നത്. എല്ലാ മതങ്ങളും എടുത്ത് നോക്കിയാല് നമ്മളെ കുറ്റം മാത്രമേ വിധിക്കത്തുള്ളൂ. ബിക്കോസ് nobody is able to live up to the standards of holiness. പക്ഷേ ഈ നമ്മുടെ ദൈവം നമുക്ക് അവിടം വരെ എത്തുവാൻ കഴിയത്തില്ല എന്ന് അറിഞ്ഞിട്ടും, പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി എന്ന് അറിഞ്ഞിട്ടും നമ്മളോട് പറയുന്നത്, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല എന്ന് പറയുന്ന ആ കർത്താവ്. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം പറയട്ടെ, എൻ്റെ ആടുകൾക്ക് എൻ്റെ സ്വരം അറിയും. മൈ ഷീപ്പ് നോ മൈ വോയിസ് ആൻഡ് ദേ ഫോളോ. കർത്താവ് യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം താൻ ഗാർഡനർ ആണെന്ന് വിചാരിച്ച് മറിയ അവിടെ ഇരുന്ന് കരയായിരുന്നു. താൻ ഗാർഡനർ ആണെന്ന് വിചാരിച്ച് കർത്താവിനോട്, നീ അവനെ കണ്ടോ? അവന്റെ ശരീരം എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് പറ, ഞാൻ അവനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. കർത്താവോട് ഒറ്റ വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ, മേരി എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞു. മൈ ഷീപ്പ് ഹിയർ മൈ വോയിസ്. മറിയയ്ക്ക് ആ ഒറ്റ വാക്കില് ആളാരാന്ന് മനസ്സിലായി. ഓൺലി ദ ഷീപ്പ് നോസ് ഹിസ് വോയിസ്. ദൈവത്തിന്റെ ജനമേ, നമുക്ക് അവന്റെ ശബ്ദം അറിയാമോ? അവന്റെ സ്വരം അറിയാമോ? ഹിസ് വോയിസ് ഇസ് മോസ്റ്റ് സ്വീറ്റ്. അവന്റെ വായിൽ നിന്ന് ഏറ്റവും
മധുരമുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഡു യു ഹിയർ ഹിസ് വോയിസ്? അവന്റെ സ്വരം നമ്മൾ കേൾക്കുമോ? ഈ സ്വരമാണ് നമ്മൾ ഏറ്റവും അവസാനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ സ്വരം. നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സ്വരം എന്താ? എൻ്റെ പ്രിയയെ എഴുന്നേറ്റ് വരിക. Arise my beloved, arise my love and come away. The winter is over, the rainy season is over, everything is over. It is springtime. Arise and come home. That is what we are waiting for. നമുക്ക് ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സ്വരം അതാണ്, ഏറ്റവും മധുരമായ. His mouth is most sweet and we are waiting for that sweet voice to say, arise and come home. We are waiting for that voice to say. പക്ഷെ അത് കഴിഞ്ഞിട്ട് there will be a roll call. And I am sure that when the roll is called up yonder, I will be there. But is there anybody who is not sure of that? അന്ന് പേര് വിളിക്കുമ്പോൾ എൻ്റെ പേര് കാണുമെന്ന് ഉറപ്പില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ട്? ഇല്ല എങ്കിൽ കേൾക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സ്വരം എന്താണ്? What is it that I long to hear after that? I long to hear those words, well done, good and faithful servant. അത് കഴിഞ്ഞിട്ട് ഞാൻ ആകാംക്ഷയോട് ആഗ്രഹിക്കുന്നത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, good, well done, well done. It is nice to desire, but there is a price tag attached to it. അങ്ങനത്തെ ഒരു സ്വരം കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, മോമെന്റ് ബൈ മോമെന്റ്, hour by hour, minute by minute, day by day, year by year, we have to follow him. We have to do what he wants us to do. അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ വെൽ ഡൺ എന്ന് ആ സ്വരം കേൾക്കാൻ പറ്റത്തുള്ളൂ. It is going to be a wonderful moment when we hear his sweet words. തൻ്റെ മധുരമുള്ള സ്വരം കേൾക്കുന്ന ആ ഒരു നിമിഷം is going to be a wonderful moment for us. Let us wait and let us watch to hear the words of our master. Well done, good and faithful servant. His mouth spoke powerful words. കർത്താവിൻ്റെ വായിൽ നിന്ന് ശക്തിയേറിയ വചനങ്ങൾ വന്നു, ജീവൻ തരുന്ന വചനങ്ങൾ, ലൈഫ് ഗിവിംഗ് വേർഡ്സ് വന്നു, ഇൻസ്ട്രക്റ്റീവ് വേർഡ്സ്, പഠിപ്പിക്കുന്ന വാക്കുകൾ വന്നു, അൺഡിഫൈൽഡ് വേർഡ്സ്, കളങ്കമില്ലാത്ത വാക്കുകൾ, പ്രോമിസറി വേർഡ്സ്, വാക്തത്വം നിറഞ്ഞ വാക്കുകൾ, സൈലൻസ്, നിശബ്ദത, വാർണിംഗ് വേർഡ്സ്, മുന്നറിയിപ്പിന്റെ വാക്കുകൾ, ഇൻവൈറ്റിംഗ് വേർഡ്, ക്ഷണത്തിന്റെ വാക്കുകൾ, ക്വസ്റ്റ്യനിങ് വേർഡ്സ്, ചോദ്യം ചോദിച്ച വാക്കുകൾ, അവസാനം സ്വീറ്റ് വേർഡ്സ്, മധുരമുള്ള വാക്കുകൾ. ഈ കർത്താവിനെ നമുക്ക് ആരാധിക്കാം, അവനെ നമസ്കരിക്കാം, അവന്റെ നാമം